സ്റ്റാർട്ട് ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിലെ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. JCNDSD യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏകസത്യ ദൈവത്തെ സംബന്ധിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള സ്നാനത്തെ സംബന്ധിച്ചും ദൈവത്തിന്റെ സത്യസഭയെ സംബന്ധിച്ചുമുള്ള സുവിശേഷ ഘോഷണങ്ങൾ യൂട്യൂബിൽ ഓഡിയോ വീഡിയോ മെസ്സേജുകളായി യൂട്യൂബിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും കേട്ടുവന്നിരുന്ന ഞങ്ങളുടെ ബഹുമാനീയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഇന്ന് രാത്രിയിലും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യ സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. അപ്പൊ അതുപോലെ ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും നടന്നു വരുന്ന ലൈവ് സെഷന്റെ ഭാഗമായി കഴിഞ്ഞ 1-2 മാസങ്ങളായി ചില വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചകളാണ് ഞങ്ങൾ നടത്തി വന്നിരുന്നത്. അതിന്റെ ഭാഗമായി 5 ആഴ്ചകളിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പൊതുവിൽ ജനങ്ങളുടെ ഇടയിലുള്ള സംശയത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും നൽകി. പിന്നീട് ഒരു 4-5 ആഴ്ചകളിൽ എപ്പിസോഡുകളിലായി ഞങ്ങൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം തുടങ്ങി പെന്തക്കോസ്ത് പെരുന്നാൾ ദിനം തുടങ്ങി ദൈവസഭയിൽ നടത്തി വന്നിരുന്ന സ്നാനം ഏതായിരുന്നു, ഏതൊക്കെ സ്നാനങ്ങളാണ് നിലവിലുള്ളത്, എങ്ങനെയാണ് ആ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നും സ്ഥാനനാമങ്ങളായ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വന്നത് എന്നൊക്കെ സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഞങ്ങൾ നൽകിയുണ്ടായി. ഇതുവരെയും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ JCNDSD ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ബെൽ ബട്ടൺ അമർത്തി നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും അപ്ഡേറ്റ്സ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സഹകരിക്കണമെന്നും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായി ഞങ്ങൾ ദൈവത്തിന്റെ യഥാർത്ഥ സത്യസഭ ഏതാണ് എന്ന് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പെന്തക്കോസ്റ്റൽ സഭകളും മറ്റ് പ്രൊട്ടസ്റ്റന്റ് അതുപോലുള്ള കത്തോലിക്ക തുടങ്ങിയ എപ്പിസ്കോപ്പൽ സഭകളും ഒക്കെ നമുക്ക് ചുറ്റും ധാരാളമുണ്ട്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് തങ്ങൾ പോകുന്ന സഭയാണ് യഥാർത്ഥ സഭ എന്നൊക്കെയാണ്. എന്നാൽ സത്യസഭയെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ അറിയാം ഏതാണ് ദൈവത്തിന്റെ സത്യസഭ, അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, ആ സഭയിലെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ ഏതൊക്കെയാണ്, അവയുടെ ശുശ്രൂഷകന്മാരെ ദൈവം നിയമിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവരാരാണ്, തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ നമ്മൾ ഇതിനോടകം ചോദിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഈ ആഴ്ചയും അടുത്തൊരാഴ്ചയും കൂടി കഴിയുമ്പോൾ ഏതാണ്ട് 4 എപ്പിസോഡുകളിലൂടെ സഭയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മിക്കവാറും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുക. എന്നാൽ ഇനിയും നിങ്ങൾക്ക് സഭയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ, ആ ചോദ്യങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ കമന്റ് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളുമായി മറ്റൊരു സെഷൻ കൂടി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം പാനലിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സന്നിഹിതരായിട്ടുള്ള വിലയേറിയ കർത്താവിന്റെ ദാസന്മാരെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദുബൈയിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ഉണ്ട്. അദ്ദേഹം അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ക്രമങ്ങളായി ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തിന് നൽകുന്നതായിരിക്കും. പാസ്റ്റർ എം ബേബി കൊട്ടാരക്കര നിന്നും, പാസ്റ്റർ ജോയ് കെ ജോസഫ് കൊച്ചിയിൽ നിന്നും, ബ്രദർ സൈമൺ ബെഞ്ചമിൻ കായംകുളത്ത് നിന്നും, ഞാൻ ബ്രദർ ജോസ് വർഗീസ് കോട്ടയത്ത് നിന്നും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയെ സംബന്ധിച്ചുള്ള ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ചർച്ചയ്ക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന 4 ചോദ്യങ്ങൾ ആണ് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ചോദ്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് ആ ചോദ്യങ്ങൾക്ക് യുക്തമായ മറുപടി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വ്യക്തവും സ്പഷ്ടവുമായി നിങ്ങൾ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും. സമയം നമുക്ക് പരമാവധി ഈ ദൈർഘ്യം കുറയ്ക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ നീളം കുറയ്ക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങളായി നടത്തി വരുന്ന ഒരു കാര്യമാണ്. അതിൽ നിങ്ങളുടെ സഹകരണം ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യം ബ്രദർ വിൽസൺ ബെഞ്ചമിനോടാണ്. അതിൽ ഇങ്ങനെയാണ് എൻ്റെ ചോദ്യം: എന്തുകൊണ്ടാണ് യേശുക്രിസ്തു താൻ പണിയുന്ന സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് പറഞ്ഞത്? എന്നാൽ ഇന്നുള്ള എല്ലാ സഭകളെയും പിശാച് ഓൾറെഡി കൈവശമാക്കി കഴിഞ്ഞു. പാതാള ഗോപുരങ്ങൾ കീഴടക്കാത്ത സഭ ഇന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണ്? ആ സഭയുടെ പേരെന്താണ്? ചോദ്യം വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചോദ്യം വളരെ വ്യക്തമാണ്.
സകല വെളിപ്പാടുകളുടെയും ഉറവിടമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ചോദ്യത്തിന് ഉള്ള ഉത്തരം ഇങ്ങനെയാകുന്നു. ഈ മത്തായിയുടെ സുവിശേഷം അതിന്റെ 16-ാമത്തെ അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യത്തിലാണ് ഈ വാക്യം കർത്താവ് പത്രോസിനോട് പറയുന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ ആദ്യമായി ഒരു വലിയ വേലയ്ക്കായി ഉപയോഗിക്കുമെന്നുള്ള കാര്യമാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അതായത് ആദ്യത്തെ സുവിശേഷത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം പത്രോസിൽ കൂടെയാണ് കർത്താവ് സംസാരിക്കാൻ പോകുന്നുള്ള ആ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സഭ പണിയപ്പെട്ടത് അപ്പോസ്തല പ്രവൃത്തി 2-ലാണ്. അത് ഈ ഒരു കാര്യത്തിന്റെ ഒരു പ്രവചനമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ പലപ്പോഴും പറയും ദൈവം സ്നേഹമാണെന്ന് പറയും. ദൈവത്തെ പോലെ ഒരു സ്നേഹവും നമുക്ക് മറ്റു മനുഷ്യരിൽ കാണുവാൻ സാധിക്കത്തില്ലെന്ന് പറയും. അതൊക്കെ എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതൊക്കെ എല്ലാം സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും ദൈവം നിയമകർത്താവാണ്. നിയമത്തിന്റെ പ്രകാരം ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കുന്നവനുമാണ് എന്നുള്ള വലിയ സത്യം നമ്മൾ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു. സോദോം ഗൊമോറയിൽ നമ്മൾ കാണുന്നു ഒരു ഫാമിലി അതിനെ രക്ഷിക്കുന്നു, ഒരു സിറ്റിയെ നശിപ്പിച്ചുകൊണ്ട്. നോഹയിൽ നമ്മൾ കാണുന്നു ഒരു ഫാമിലിയെ രക്ഷിക്കുന്നു, ബാക്കി ഉള്ള എല്ലാവരെയും ന്യായം വിധിച്ചുകൊണ്ട് ദൈവം ആ കാര്യം ചെയ്യുന്നു. അപ്പോൾ ഒരു ഫാമിലിയാണ് രക്ഷിക്കപ്പെടുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ ഫാമിലിയെ പറ്റി വചനം പറയുന്നത് അത് ഇസ്രായേലാണ്, അത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അത് ശേഷിപ്പാണ്, അത് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവരാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് വചനം പറയുന്നു. അത് ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ടവരെ പറ്റിയാണ് പറയുന്നത്. എല്ലാ മനുഷ്യരും, എബ്രായർക്ക് എഴുതിയ ലേഖനം 9:27 പറയുന്നു, അവരെല്ലാവരും ഒരു ദിവസം മരിക്കുകയും അവർ ന്യായവിധിക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. എഹെസ്കേലിന്റെ പ്രവചനം അതിന്റെ 18-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട, നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. അപ്പോൾ ദേഹിയാണ് രണ്ടാമത്തെ മരണത്തിൽ മരിക്കുവാൻ പോകുന്നത്. ദേഹം ആദ്യത്തെ മരണത്തിൽ മനുഷ്യന് മരിക്കും. ദേഹിയാണ് നമുക്ക് മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കുന്നതെന്ന് അവിടെ വളരെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. ആരാണ് അങ്ങനെ മരിക്കുന്നവർ? പാപത്തിൽ മരിക്കുന്നവർ. ജഡത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കത്തുള്ളൂ. പാപത്തിൽ മരിക്കുന്നവരാണ് പിന്നെ ന്യായവിധിയിൽ അവരുടെ ദേഹിയെ നഷ്ടപ്പെടുന്നുള്ള കാര്യം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പോയി വായിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒറിജിനലി പോയി വായിച്ചാൽ പറയുന്നു, നിന്റെ പിതാവ് എവിടെയെന്ന് ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം, ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അതായത് ആദ്യ നിയമസഭയിൽ ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നവർ പുതിയ നിയമസഭയിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തു ആരെന്ന് പൂർണ്ണമായി ഗ്രഹിച്ചിട്ട് ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് കാത്തിരിക്കുന്നവർ. ഇത് രണ്ടുപേർക്കും വെളിപ്പെട്ട ഒരു സത്യം, ദൈവമല്ലാതെ വേറെ രക്ഷിതാവില്ല. ആ രക്ഷിതാവ് തന്നെയാണ് ഈ ലോകത്തിൽ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടതും തന്റെ രക്ഷയുടെ പ്രവർത്തനത്തെ ചെയ്തതെന്നുള്ള വലിയ സത്യം പഴയ നിയമ പ്രവചനത്തിലും പുതിയ നിയമസഭയിലും ഉള്ള രക്ഷിക്കപ്പെട്ടവർക്ക് അറിയാവുന്ന കാര്യമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:8 മുതൽ 10 വരെ ഉള്ളതിനകത്ത് നമുക്കറിയാം, അവൻ താഴെ, അതായത് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ സാത്താന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ പിന്നെയാണ് ഉയർന്നത് എന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ആരാണ് രക്ഷിക്കപ്പെട്ടവർ എന്നുള്ളതിനകത്ത് ഏറ്റവും വലിയ ഒരു സത്യം,
വെളിപ്പാട് പുസ്തകം 2-ന്റെ അധ്യായത്തിൽ പറയുന്നു, ആരാണ് നിങ്ങൾ ശരിയായ അപ്പോസ്തോലന്മാരെ കണ്ടെത്തിയവർ? പുതിയ നിയമ സുവിശേഷം അറിയണമെങ്കിൽ സത്യ അപ്പോസ്തോലന്മാരെ അറിയാതെ ഒരിക്കലും നമുക്ക് സുവിശേഷം അറിയാൻ പറ്റത്തില്ല. ആ മരണത്തിന്റെ കർത്താവിന്റെ മരണം അടക്കം പുനരുത്ഥാനത്തിന്റെ ആ സ്നാനത്തിൽ കൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ചെയ്യാത്തവർ അവരുടെ പാപത്തിൽ മരിക്കും. അങ്ങനെ സ്നാനമെടുക്കുന്നവർക്കറിയാം ക്രിസ്തു തന്നെയാണ് ദൈവവും കർത്താവും എന്ന് അറിയാം. അവൻ തന്നെ അഡോണായി, ലോർഡ് ആൻഡ് സേവിയർ, അവൻ തന്നെയാണ് രക്ഷിതാവെന്നുള്ള കാര്യം അവർക്ക് അറിയാം. അങ്ങനെയുള്ളവർ ആണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അപ്പോൾ മരണത്തിൽ ഈ ജഡത്തിലിരിക്കുമ്പോൾ കർത്താവ് തന്നെ, ക്രിസ്തുവും കർത്താവും യേശു തന്നെ എന്നറിയാത്തവർ അവരവരുടെ പാപത്തിൽ മരിക്കുകയും അവർ ദേഹി ന്യായവിധിയിൽ പ്രവേശിക്കുകയും അങ്ങനെ പ്രവേശിച്ചവർ എല്ലാം പാതാളത്തിൽ ഇടപെടുകയും അല്ലാത്തവർ കർത്താവിന്റെ പ്രമാണം അനുസരിച്ച് തന്റെ ജീവിതത്തെ തികയ്ക്കുന്നവർ അവർ രക്ഷിക്കപ്പെട്ട ഗണമായി തീരും. അവര് റോമർക്ക് എഴുതിയ ലേഖനം 9:28 പറയുന്ന, അവര് ശേഷിപ്പായിരിക്കും, അവർ വളരെ ചുരുക്കമായിരിക്കും, പക്ഷെ അവരാണ് രക്ഷിക്കപ്പെട്ട സഭ എന്ന്. അപ്പോൾ ഒരു സഭ, അതായത് ഒരു ഫാമിലി രക്ഷിക്കപ്പെട്ടതും മറ്റവരെല്ലാം തീപ്പൊയ്കയിൽ ഇടപെട്ടവരും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ഏക സഭ, കർത്താവിനെ അറിഞ്ഞ സഭ, ഒരിക്കലും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്നാണ് കർത്താവ് പറയുന്നത്. താങ്ക് യു. കേൾക്കുന്നില്ല. താങ്ക് യു. വളരെ വ്യക്തമായ ഉത്തരം നൽകിയതിന് നന്ദി പറയുന്നതും വളരെ വ്യക്തമാണ്. നമ്മൾ അനേക തിരുവെഴുത്തുകളെ ആധാരമാക്കി ഏത് സഭയാണ് പാതാള ഗോപുരത്തെ ജയിക്കാത്തത്, കർത്താവ് തന്റെ വാക്തത്തിൽ പറഞ്ഞ സഭ ഇന്നുമുണ്ടോ എന്നുള്ളത് അതിന് ചോദ്യം. തീർച്ചയായിട്ടും ആ ശേഷിപ്പ്, അതേ വിശ്വാസ പ്രമാണം മുറുകെ പിടിക്കുന്ന, അതേ അപ്പോസ്തല ഉപദേശം പിടിച്ച് നിൽക്കുന്ന യഥാർത്ഥ ശേഷിപ്പ്, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരമാകുന്ന സഭയെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഉത്തരം നൽകിയ കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. എന്റെ രണ്ടാമത്തെ ചോദ്യം ബ്രദർ സൈമനോടാണ്. ചോദ്യം ഇങ്ങനെയാണ്: യെരുസലേമിൽ ഉണ്ടായ സ്ഥാപിതമായ സഭയും റോമിൽ സ്ഥാപിതമായ കത്തോലിക്ക സഭയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഈ സഭ എന്തെങ്കിലും അതിന്റെ തുടർച്ചയാണോ? അതും ഇതും തമ്മിൽ എന്താണ് പ്രകടമായ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വൈവിധ്യമായി കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നല്ലൊരു ചോദ്യമാണ്. ജെറുസലേമിൽ തുടങ്ങിയ സഭയും കത്തോലിക്ക സഭയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെറിയ ഒരു വാക്കിനകത്ത് പറയുകയാണെങ്കിൽ അവരുടെ ദൈവവും സെയിം അല്ല, അവരുടെ വിശ്വാസവും സെയിം അല്ല, അവരുടെ ഹെറാർക്കിയും ശരിയല്ല, അവര് പഠിപ്പിച്ചേക്കുന്ന അവരുടെ ഡോക്ട്രൈനും അത് അവരുടെ സ്വന്തമാണ്. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ഫൗണ്ടേഷൻ ആയിട്ട് എടുക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി ബ്രിസ്ലിൻ കവർ ചെയ്തുകൊണ്ട് ഞാൻ എളുപ്പം പോവാം. മത്തായിയുടെ സുവിശേഷം 16:18-19 പ്രകാരം നമ്മൾ കാണുന്നുണ്ട്, അവിടെ പത്രോസിനെയാണ് എടുത്ത് ദൈവം ഉപയോഗിക്കുന്നത്. പത്രോസ് ആണ് ഒരു ഫൗണ്ടേഷൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ആണ് യഥാർത്ഥ റോക്ക്. ആ റോക്കിന്റെ ആ ആത്മാവ് പത്രോസിൽ ആദ്യമേ അപ്പോസ്തല പ്രവൃത്തി 2-നകത്ത് ദൈവം സംസാരിക്കുന്നു. അപ്പൊ ദൈവം സംസാരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് പത്രോസിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പത്രോസ് പറഞ്ഞ കാര്യങ്ങളായിരിക്കണം അതിന്റെ ഫൗണ്ടേഷൻ. ബിലീഫും അതാ വേണ്ടത്. അതുമല്ല, പത്രോസിനയിലുള്ള താക്കോൽ ഉപയോഗിക്കുന്ന സഭയായിരിക്കണം. ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ ഈ താക്കോലിനെ പറ്റി പല ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും ഈ താക്കോലിനെ പറ്റി ഒരു ഐഡിയ. ഓക്കെ, അപ്പൊ ഈ താക്കോൽ അറിയാതെ ആ സ്വർഗത്തിലുള്ള വാതിൽ തുറക്കാൻ ഒക്കത്തില്ല. അപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറുസലേമിൽ തുടങ്ങിയ സഭ
അവരുടെ കയ്യിൽ ഫൗണ്ടേഷൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരും അതുമല്ല കർത്താവായ യേശു ക്രിസ്തുവാണ് മൂലക്കല്ലുള്ളത്. പക്ഷേ നമ്മള് ജെറൂസലേമിൽ തുടങ്ങിയ സഭയുടെ ഫൗണ്ടേഷൻ അപ്പോസ്തലനും പ്രോഫിറ്റ്സും ജീസസും ആവുമ്പം മറ്റേ സൈഡിലുള്ള കത്തോലിക്ക സഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരെ കൊന്നതും യേശു ക്രിസ്തുവിനെ കൊന്നതും ആയിട്ടുള്ള ഫൗണ്ടേഷൻ അവരുടെ കയ്യിലുള്ളൂ. അവരുടെ ഒരു ടീച്ചിങ്ങും എടുത്തിട്ടുമില്ല. അതുമല്ല ഈ സഭ, ഈ പറയുന്ന ജെറൂസലേമി ഉള്ള വിശ്വാസം AD 325 വരെ അംഗീകരിക്കപ്പോലും പെട്ടിട്ടില്ല. അവിടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മള് ജെറൂസലേമിന്റെ സഭയിലോട്ട് ചേരണമെങ്കിൽ നമുക്ക് സ്നാനപ്പെടേണ്ടതാണ് നമ്മളുടെ ഫൗണ്ടേഷൻ. ഒന്ന് പറഞ്ഞാൽ റിപ്പന്റ് ചെയ്ത് സ്നാനപ്പെടുക എന്നുള്ള ഫൗണ്ടേഷൻ ആണ്. ആ സ്നാനപ്പെടുന്നത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. അതാണ് പത്രോസ് കൊടുത്ത താക്കോല്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം, അത് യേശു ക്രിസ്തു ആണെന്നുള്ള വെളിപ്പാടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:38 മനസ്സിലാക്കുകയും അത് പ്രകാരം അവർ സ്നാനപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ കത്തോലിക്ക സഭ ഇപ്പോഴും ആ പിതാവിന്റെ പേരെന്തുവാണെന്നും പുത്രന്റെ പേരെന്തുവാണെന്നും പുത്രന്റെ പേര് അറിയായിരിക്കും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ പേര് യേശു ക്രിസ്തു ആണ്, ഇത് അറിയാത്തതുകൊണ്ട് അവരിപ്പോഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞ് സ്നാനപ്പെടും. അപ്പൊ മെമ്പർ കണ്ടിന്യൂ. എന്തുപറ്റി? ഒരു ശബ്ദം വരുന്നല്ലോ എന്റെ ഇടയിൽ, ഒരു ഇക്കോ. വേറൊന്നും ശബ്ദം വരുന്നില്ല. ഇവിടെ ശബ്ദം വരുന്നില്ല. ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പം നമ്മള് അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ശബ്ദം ഇക്കോ ചെയ്യുന്നില്ലല്ലോ, ഇല്ലയോ? ഇല്ല. ഇല്ല. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ഫൗണ്ടേഷനിൽ ഒരു എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പാണ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജെറൂസലേമിൽ തുടങ്ങിയ സഭയുടെ ലീഡർഷിപ്പ് ഒരാളല്ല, ഒരു ലീഡറല്ല. അവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരാണ് അതിന്റെ ലീഡറായിട്ട് നമ്മൾ കാണും. കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഓക്കെ. പക്ഷേ നമ്മള് കത്തോലിക്ക സഭ വരുമ്പോഴത്തേക്ക് ഒരു പോപ്പാണ് അതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ. അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് എൽഡേഴ്സോ അപ്പോസ്തലന്മാരെന്നല്ല നമ്മൾ നോക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഒരു ഹൈറാർക്കി കാണുക, ഒരാളുടെ കൺട്രോളിൽ കാര്യങ്ങൾ വരിക. അവരുടെ ഹെഡ് യേശു ക്രിസ്തു അല്ല, അതല്ല നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ഹെഡായിട്ട് പോപ്പ് ആയിരിക്കും. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എനിക്കത് കേൾക്കാം, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്റെ ഇടയ്ക്ക് വെച്ച്. ഓക്കെ. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ ഒരു അപ്പൊ ഞാൻ സമ്മറൈസ് ചെയ്യാം. എനിക്ക് ഇക്കോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മൊത്തം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ. ഞാൻ അത് കറക്റ്റ് ആക്കിയിട്ട് പിന്നെ തിരിച്ചു വരാം. ഓക്കെ. അപ്പം ഞാൻ സമ്മറൈസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് അതിന്. ദൈവം വേറെയാണ്, ഡോക്ട്രൈൻ അപ്പോസ്തലന്മാരുടെ ഡോക്ട്രൈനിലല്ല ഈ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭ പണിയപ്പെട്ടേക്കുന്നത്. അവരുടെ ഡോക്ട്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃത്വമാണ്. തൃത്വം എന്ന് പറഞ്ഞ ഒരു സാധനം ബൈബിളിലും ഇല്ല. അപ്പോസ്തലന്മാരായാലും യേശു ക്രിസ്തു ആയാലും അല്ലെങ്കിൽ ഏത് ഒരു പ്രവാചകന്മാരും ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞുള്ള തൃത്വം ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പം ഡോക്ട്രൈൻ തെറ്റാണ്, ദൈവം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിനെ 3 വ്യക്തികളാക്കി തീർക്കുന്നു. ദൈവം ഏകനാണെന്ന് പറയുന്ന അപ്പോസ്തലന്മാരും ഏകനാന്നുള്ള കാര്യമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ട് സഭയാണ്. ഒന്ന് യേശു ക്രിസ്തു ആണ് എന്റെ ഹെഡ്, മറ്റേ ഹെഡ് എന്ന് പറഞ്ഞാൽ പോപ്പാണ്, മനുഷ്യനായിട്ട് ഉണ്ടാക്കിപ്പെട്ട സഭയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബ്രദർ, താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമാണ് ഉത്തരം. കത്തോലിക്ക സഭയും
യഥാർത്ഥ അപ്പസ്തോലിക സഭയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഉപദേശത്തിലോ ദൈവത്വത്തിലോ ഹൈറാർക്കിയിലോ ഒരു കാര്യത്തിലും ഒരു ഐക്യവുമില്ല, ഒരു സിമിലാരിറ്റിയും ഇല്ല എന്നുള്ളതാണ് ബ്രദർ പറഞ്ഞു വെച്ചത്. തീർച്ചയായിട്ടും അത് വളരെ ചരിത്രപരമായും വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ഓഡിയൻസ് കത്തോലിക്കരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഇവൻ കത്തോലിക്കർ മാത്രമല്ല, പട്ടത്ത സഭകളിലുള്ളവരൊക്കെ ഈ കാര്യം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെയാണ് നമുക്ക് സത്യസഭ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ കത്തോലിക്ക സഭയ്ക്കോ മറ്റേതെങ്കിലും ഒരു സഭയ്ക്കോ യെരുസലേമിൽ അപ്പോസ്തലന്മാരാൽ 1-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കപ്പെട്ട സഭയുമായി ഒരു തരത്തിലും ഉപദേശത്തിലോ ദൈവത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിലുള്ള പദവികളുടെ കാര്യത്തിലോ യാതൊരു തരത്തിലും ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അത് പൂർണ്ണമായും തമ്മിൽ 100% വിരുദ്ധമാണ്, ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യമാണ് കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചത്. താങ്ക് യു ബ്രദർ. എന്റെ മൂന്നാമത്തെ ചോദ്യം പാസ്റ്റർ എം ബേബിയോടാണ്. ചോദ്യം ഇതാണ്: ആദിമ സഭയുടെ പ്രധാന ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ന് സഭകൾ എന്ന് പറയുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. ആ കൂട്ടായ്മകൾക്ക് ഏതെങ്കിലും ഒന്നിന് ആദ്യത്തെ പ്രധാന അപ്പസ്തലന്മാരിലൂടെ അറിയിക്കപ്പെട്ട സത്യസഭയുടേതായ ഉപദേശങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ചോദ്യമാണ്. സ്തോത്രം. ആദിമ സഭയുടെ പ്രധാന ഉപദേശം എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് കർത്താവിന്റെ ദാസൻ ചോദിക്കുവാനിടയായിട്ട്. AD 30 അഥവാ പെന്തക്കോസ്ത് ദിനത്തിൽ ആരംഭിച്ച സഭയാണ് ദൈവസഭ. അത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് സഭയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത്. ആദിമ ദിവസം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ജനം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ യെരുശലേമിൽ പെന്തക്കോസ്ത് ഉത്സവത്തിന് കടന്നു വന്നതായ പ്രിയപ്പെട്ട യഹൂദന്മാരായ സഹോദരന്മാർ മാർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഓടിച്ചെല്ലുകയും അവിടെ നടക്കുന്നതായ അത്ഭുത പ്രവർത്തനങ്ങളെ കണ്ടിട്ട് അവർ വളരെ ആശ്ചര്യപ്പെട്ട് ഇതെന്തായിരിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ളതായ അന്വേഷണം നടത്തുമ്പോൾ കർത്താവിന്റെ ദാസനായ വിശുദ്ധ പത്രോസ് അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറ്റ് കൂടെ ഉണ്ടായിരുന്ന 11 അപ്പോസ്തലന്മാരോട് കൂടെയാണ് താൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുവാൻ തുടങ്ങിയത് എന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ പത്രോസ് പ്രസ്താവിക്കുന്ന ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. പത്രോസ് പറഞ്ഞത്, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തതായ പ്രവചനത്തിന്റെ നിവർത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നു. അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുമെന്നും നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും ഒക്കെ പ്രവചിക്കുവാനിടയായിത്തീരും, യൗവനക്കാർ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാരും സ്വപ്നങ്ങളെ കാണുമെന്നൊക്കെ ഉള്ളതായ ആ വിഷയഭാഗം കർത്താവിന്റെ ദാസൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ കൂടി വന്നതായ ജനത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാതെ ഹൃദയത്തിൽ കുത്തുകൊള്ളുവാനിടയായി തീർന്നു. ഇത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യോവേൽ പ്രവാചകന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ വിഷയമാണ് എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവമാണ് സംസാരിക്കുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുവാനിടയായി തീർന്നു. അപ്പോ ഈ കാണുന്നതായ അത്ഭുത പ്രതിഭാസം
യഹോവയുടെ ആത്മാവിനാലാണ് സംഭവിക്കുന്നത് എന്ന് യഹൂദന്മാരായ സഹോദരന്മാരുടെ ഹൃദയത്തിൽ ചിന്തയുണ്ടാവുകയും യഹോവയായ ദൈവത്തോടാണ് തങ്ങൾ ക്രൂരമായി പ്രവർത്തിക്കുവാനിടയായി തീർന്നതെന്നുള്ളതായ ഒരു പശ്ചാത്താപം തങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ തങ്ങൾ ചെയ്തത് കൊടും പാപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ വല്ല പഴുതും ഉണ്ടോ എന്നുള്ളതായ ചോദ്യമാണ് പത്രോസിനോട് ചോദിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി കർത്താവിന്റെ ദാസൻ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ ഭാഗമാണ് പ്രധാനമായ ഉപദേശമായിട്ട് അവർക്ക് നൽകുവാനിടയായി തീർന്നത്. അത് ഇപ്രകാരമാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇതായിരുന്നു സഭയ്ക്ക് കൊടുത്ത ആദ്യത്തെ പ്രധാനമായിട്ടുള്ള ഉപദേശങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പത്രോസിന്റെ ഉപദേശം സ്വീകരിച്ചതായ ഏതാണ്ട് 3000 യഹൂദന്മാരായ സഹോദരന്മാർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു, അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നവർ പിന്നീട് അതിന്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ അപ്പോസ്തലന്മാരോട് ചേർന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും അപ്പം നുറുക്കലിലും ഒക്കെ പങ്കുചേർന്നതായ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് ആ 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യഭാഗം വായിക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്നാണ്. അങ്ങനെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തതായ പ്രിയപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സത്യോപദേശമാണ് സ്വീകരിച്ചത്. ആ ഉപദേശം ഇന്ന് സഭ എന്ന് അനുമാനിക്കുന്ന അനേക സംഘടനകളിൽ കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ ഈ സത്യ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുവാനും ജനങ്ങളെ പഠിപ്പിക്കുവാനും ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസന്മാരിലൂടെ പ്രസ്താവിക്കപ്പെട്ടതായ ഉപദേശ സത്യം തന്നെ യാതൊരു മായവുമില്ലാതെ സത്യം സത്യമായിട്ട് പ്രസ്താവിക്കണം. അനേകരെ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും വിശ്വസ്തരുമായി നിൽക്കുവാൻ പ്രേരിപ്പിക്കണമെന്നുള്ളതായ ആ ചിന്തയോട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് ദി ചർച്ച് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രസ്ഥാനം എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിന്റെ ഉപദേശം ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ നൽകിയ ഉപദേശം തന്നെ യാതൊരു മായവുമില്ലാതെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സത്യം വിശ്വസിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ നിത്യരാജ്യത്തിൽ പങ്കാളികളായി തീരുവാനിടയാകും. ഏതെങ്കിലും വിധത്തിൽ കർത്താവിന്റെ വചനത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും തെറ്റിച്ചു കളഞ്ഞാൽ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും സ്തോത്രം, ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഉപദേശം അപ്പോസ്തലപ്രവൃത്തി 2:38 എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ലഘൂകരിച്ചാൽ, ആദിമസഭയുടെ പ്രധാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സത്യസഭയ്ക്ക് ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നിലകളിൽ വർത്തിക്കുന്ന ഒരു ദൈവമാണ്. ആ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമുണ്ട്. ആ സഭയുടെ അടിസ്ഥാന ഉപദേശത്തിൽ ഈ ഉപദേശപ്രകാരം സ്നാനപ്പെടുന്ന വ്യക്തിക്ക് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവുണ്ട്. ആ സഭ 1-ാം നൂറ്റാണ്ടിൽ അനുഷ്ഠിച്ചു വന്നതിന് വിരുദ്ധമായിട്ടാണ് ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ചെറുതും വലുതുമായ സഭകൾ. അതിൽ വ്യത്യാസമായിട്ടൊരു കാര്യം ഇന്ന് കാണാൻ കഴിയുമെങ്കിൽ, സഭ എക്കാലത്തും ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ നിലയിൽ ഒരു സഭ, സത്യസഭ ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സഭയാണ്. ദ ചർച്ച് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആണ് ദൈവത്തിന്റെ സത്യസഭ. അത് ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉത്തരം പറഞ്ഞ കർത്താവിന്റെ ദാസനെ നന്ദി പറയുന്നു.
അടുത്തതും അവസാനത്തതുമായ ചോദ്യം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് കെ ജോസഫിനോടാണ്. ചോദ്യം എങ്ങനെയാണ്: സഭയിൽ ദൈവദിന പ്രകാരമുള്ള പദവികൾ എന്തൊക്കെയാണ്? പോപ്പ്, പുരോഹിതൻ തുടങ്ങിയ പദവികൾ സഭയിൽ എങ്ങനെ കടന്നു വന്നു? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് കേൾവിക്കാരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനോട് ചോദിച്ച ചോദ്യം സഭയിൽ അധികാര അല്ലെങ്കിൽ ഈ പദവികൾ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന പല പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ കത്തോലിക്ക മുതൽ പെന്തക്കോസ് വരെയുള്ള അധികാരങ്ങൾ അപ്പോസ്തലന്മാരുടെ കാലത്തുണ്ടായിരുന്ന അധികാരങ്ങളല്ല. അത് ജാതീയമാണ്. ജാതികളിൽ നിന്ന് കടമെടുത്ത് ജനങ്ങളുടെ മേൽ ആധിപത്യം നടത്തുവാൻ വേണ്ടിയുള്ള സാത്താന്റെ ഒരു വലിയ തന്ത്രമാണ്. അടിമയാക്കി നിർത്തുക. എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിളിൽ പഠിപ്പിക്കുന്ന ചില അധികാരങ്ങളുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇത് അടിമയാക്കാൻ വേണ്ടിയുള്ള ഒരു പദവിയല്ല വിശുദ്ധ ബൈബിൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിൽക്കാലത്ത് ജാതികളിൽ നിന്ന് അല്ലെ ജാതീയമായിട്ടുള്ള സമ്പ്രദായം കത്തോലിക്ക സഭയിൽ കൊണ്ടുവരികയും കത്തോലിക്ക സഭയിലൂടെയാണ് ഇങ്ങനെയുള്ള ചില പദവികൾ. നമുക്കറിയാം, ഇന്ന് ചിലരെയൊക്കെ റവറണ്ട് എന്ന പാസ്റ്റർ എന്നുള്ള പദവി ബൈബിളിലുണ്ട്. റവറണ്ട് എന്ന് വിളിച്ചില്ലെങ്കിൽ അവരുടെ മുഖം ചൂടും. ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ബ്രദർ എന്ന് വിളിച്ചാൽ തീർന്നു, പരിപാടി തീർന്നു അവിടെ വെച്ച്. അപ്പൊ എല്ലാരും റവയും ഒക്കെ ആകാനായിട്ട് മാത്രം താല്പര്യപ്പെട്ട് സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. ഇത് സാത്താനികമാണ്, ഒരിക്കലും അത് ദൈവികമല്ല. ഇടയന്മാര് അല്ലെങ്കിൽ മൂപ്പന്മാര്, ബൈബിളിലുണ്ട് മൂപ്പൻ എന്നുള്ള പദവിയെ കുറിച്ച്. നമുക്കറിയാം, തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായം അതുപോലെ 4-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പദവികളൊന്നും ജനത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ച് തങ്ങൾ ഇവിടുത്തെ പോപ്പാണ്, ഈ സംഘടനയുടെ പോപ്പാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഉള്ള ഒന്നുമല്ല എന്നുള്ളത് സുബോധമുള്ള ആത്മീയരായിട്ടുള്ള ദൈവമക്കൾ അത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരെയും നിയമിച്ചിരിക്കുന്നു. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലിത്വം എന്നുള്ളത് ഒരു പദവി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പെർഗമോസ് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുത ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, പെർഗമോസിലെ സഭയുടെ ദൂതനെ എഴുതുക: മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നാമമൊക്കെ മുറുകെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറവാനുണ്ട്.
ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, ദുർനടപ്പ് ആചരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന അവർ അവിടെ നിനക്കുണ്ട്. അടുത്ത വാക്യം, അവണ്ണം നിക്കിലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. നിക്കിലോവ്യ ഉപദേശം, അതാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത്. അതുപോലെ ചില സഭകളിലുണ്ട് സ്ത്രീകളെ വാഴിക്കുക. ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീകളെ നിങ്ങൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കുറ്റം അവിടെ പറയുന്നുണ്ട്. അതുപോലെ എപ്പോ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ മറ്റൊരു സഭയ്ക്ക് ദൂതെഴുതുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, ആ സഭയെ ഉയർത്തി പറയുന്നത് പരിശുദ്ധാത്മാവ് നിക്കിലോവരുടെ ഉപദേശത്തെ നിങ്ങൾ പകയ്ക്കുന്നു, അത് നന്മയായിട്ട് പറയുക. അപ്പൊ നിക്കിലോവരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ പൗരോഹിത്യം കത്തോലിക്ക സഭയിലൂടെ വന്ന ജനങ്ങളെ അടിമകളാക്കി അടിച്ചമർത്തി ഒരു വലിയ ഉന്നത പദവി കസേരയിലിരുന്ന് ഉന്നത പദവിയുടെ നിഗളവും അഹങ്കാരവും എല്ലാ വിധമാകുന്ന ദുഷ്ട പിശാചിന്റെ അഹങ്കാരത്തോടെ വാണരുളുന്ന ആ പ്രവണതയ്ക്കാണ് നിക്കിലോവിയ ഉപദേശം എന്ന് പറയുന്നത്. ഇതില്ലാത്ത ഏത് ബന്ധക്കോസ് സഭ എന്നുള്ളത്? ഇതില്ലാത്ത യേശുവിന്റെ നാമം എന്ന് വീമ്പിളക്കുന്ന ബന്ധക്കോസുകാരും ഇന്ന് നിക്കിലോവി ഉപദേശമെന്ന ഈ ഉപദേശത്തിന് കീഴിലാണ്. അവരോട് പറയുന്ന പ്രത്യേക ദൂതം എന്താണെന്നറിയാവോ? അവണ്ണം നിക്കിലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. അതിന്റെ 16-ാം വാക്യം, വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മനസ്സിലാകുന്നുണ്ടല്ലോ എന്റെ മാന്യ സ്നേഹിതരെ? നിക്കിലോവി ഉപദേശമില്ലാത്ത ഒരു പെന്തക്കോസ് പ്രസ്ഥാനവും ഇന്ന് വിടില്ല. ഈ നിക്കിലോവി ഉപദേശം പിടിച്ചിരിക്കുന്ന ഞാനാണ് ഇവിടുത്തെ അധികാരി, വാൾ എന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എതിരായിട്ട് നിക്കിലോവിയ എന്ന നിക്കിലോസ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താ? അടിമകളാക്കി ഭരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ പദത്തിന് അങ്ങനെ അർത്ഥമുണ്ട്. അപ്പൊ ഈ അവസ്ഥയിലാണ് ഇന്നിവിടുത്തെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അവർക്കുള്ള ദൂത് എന്താണ്? എത്രയും വേഗം മാനസാന്തരപ്പെട്ടോണം. നിന്റെ അഹങ്കാര പദവിയിൽ നീ ഇരുന്ന് നിഗളിക്കുന്നത് മാറ്റിയിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വേല ചെയ്യുക. അതിനായി ഈ അന്ത്യകാലത്ത് ഒരു മാനസാന്തരം പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നമ്മുടെ 4 ചോദ്യങ്ങളോട് അവസാനിക്കുകയാണ്. ഇന്ന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ 4 പേരും പാനലിൽ ഉദ്ധരിച്ച തിരുവെഴുത്തുകളുടെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പരിശോധിക്കണമെന്ന് ഞങ്ങൾ ബഹുമാന്യ പ്രേക്ഷകരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ, ഈ ദൈവസഭയിൽ ഡോക്ടർമാരോ റവറൻഡോ അതുപോലെ ഹിസ് ഹൈനസ് എന്നോ ഹിസ് എക്സലൻസി എന്നോ എപ്പിസ്കോപ്പാന്നോ മോർ ആൻഡ് മോർ എന്നോ പോപ്പെന്നോ ഇങ്ങനെയുള്ളതൊന്നും ബൈബിളിലില്ല. ബൈബിളിലുള്ള ഉപദേശത്തിൽ എഫേസ്യർ 4:11 പറയുന്ന 5 5-fold മിനിസ്ട്രി മാത്രമേ ഉള്ളൂ. അത് ആദ്യത്തെ സഭ തുടങ്ങി കർത്താവിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന ആൾ വരെയും സത്യസഭയ്ക്ക് ഈ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഡിവൈഡ് ചെയ്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നിക്കലോവി ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം കർത്താവിന്റെ ദാസൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് ഇനി ആരെങ്കിലും സൈമണ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനകത്ത് സംസാരിക്കാം. ഓൾറെഡി നമുക്ക് 9:44 ആയിട്ടുണ്ട്. ഞാൻ കവർ ചെയ്തായിരുന്നു, ഓൾമോസ്റ്റ് കവർ ചെയ്തായിരുന്നു. ചെയ്തിരുന്നു. മൊബൈലിനകത്തുള്ള ഫേസ്ബുക്കിന്റെ എനിക്ക് തോന്നുന്നു ആ ശബ്ദമാണ് വന്നത്. അത് ഞാൻ ആ വിൻഡോ ക്ലോസ് ചെയ്ത് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഇട്ടതാ. ശരി ശരി ശരി. ഓക്കെ, വേണേ നമുക്ക് അങ്ങനെ ക്ലോസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ.